കേരള ക്ഷേത്രകലകൾ ഒട്ടുമില്ലാത്ത വളരെ മനോഹരമായ ഗോവയിലെ പോണ്ട താലൂക്കിലെ കോവലം ഗ്രാമത്തിൻ്റെ താഴ്വരയിലാണ് ശ്രീ ശാന്ത ദുർഗാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രം ഈ മനോഹരമായി മാറ്റിയത് 1730-ലാണ്. 1738 സത്താറയിലെ ശിവജി മഹാരാജൻ്റെ ചെറുമകനാണ് മറാത്ത ഭരണാധികാരി ഛത്രപതി ഷാഹുവിൻ്റെ കാലത്താണ് നിലവിലെ ക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാനം നടത്തിയത്. വളരെ ശാസ്ത്രീയമായ ഒരു നിർമ്മിതി. ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ 6 നിലകളിലായി ആകാശം തൊട്ട് നിൽക്കുന്ന ദീപസ്തംഭം, മനോഹരമായൊരു താഴികക്കുടവും. ശിവനും വിഷ്ണുവും തമ്മിലുള്ള ഒരു യുദ്ധത്തെക്കുറിച്ചും പ്രാദേശിക ഐതിഹ്യങ്ങളുണ്ട്. യുദ്ധം വളരെ കഠിനമായതോടെ ബ്രഹ്മാവ് പാർവതി ദേവിയോട് ഇടപെടാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ദേവി ശാന്തദുർഗയുടെ രൂപം പ്രാപിച്ചു. ശാന്തദുർഗ വിഷ്ണുവിനെ വലതു കൈയിലും ശിവനെ ഇടതു കൈയിലും ഇരുത്തി യുദ്ധം പരിഹരിച്ചു. 1966 പുതുക്കി പണിതു വിഷ്ണുവിനും ശിവനും ഇടയിലുള്ള മധ്യസ്ഥ വഹിക്കുന്ന ദേവതയായി ശാന്തദുർഗയ്ക്ക് ഈ ക്ഷേത്രം സമർപ്പിക്കുകയും ചെയ്തു. ദേവിയെ സാന്തോരി എന്നും സംസാര ഭാഷയിൽ വിളിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ അടുത്തു തന്നെ ചെങ്കല്ലിൽ കൊണ്ട് നിർമ്മിച്ച കിണർ അതിനെ ഭംഗിയുള്ള മേൽക്കൂര കൊണ്ട് സംരക്ഷിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ 3 വശങ്ങളിലും ഇടകളില്ലാതെ ചേർന്നു നിൽക്കുന്ന കോൺക്രീറ്റ് നിർമ്മിതി. ഓരോരോ മുറികളായി അതിനെ വേർതിരിച്ചിരിക്കുന്നു. ഒഴിഞ്ഞുകിടക്കുന്ന ചുറ്റുപാടും പുൽത്തകിടുകൾ കൊണ്ട് മനോഹരമാക്കിയ ഒരു ക്ഷേത്രം. ഗോവയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശാന്തദുർഗ ക്ഷേത്രം.